നമ്മുടെ വീടുകളിൽ നോർമലായി കാണപ്പെടുന്ന ഇപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ മഴ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാളിൽ മോയ്സ്ചർ ഫോമായിട്ട് ഈ ടോയ്ലറ്റിൻ്റെ സൈഡ്, പിന്നെ നമ്മുടെ തറയിൽ നിന്ന് മുകളിലേക്കുള്ള വാള് സ്റ്റാർട്ട് ആവുന്ന ഭാഗങ്ങൾ, അവിടേക്കാണ് മോയ്സ്ചർ ഫോം ആകുന്നത്. അപ്പോൾ അതിനൊരു നല്ലൊരു ഉത്തമ പരിഹാരമായിട്ടാണ് നമ്മുടെ യൂണിഷെഡ് എന്ന് പറഞ്ഞ കമ്പനി വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണാമല്ലോ, നിങ്ങൾക്ക് ഈ ഫോട്ടോയിലെല്ലാം കാണാം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീട്ടിലെ വർക്കാണ്. ഈ പെയിൻറ്റ് പുട്ടി അങ്ങനെ സാധനങ്ങളൊക്കെ ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ പൊളിച്ച് കളയണം. അതിന് ശേഷമാണ് നമ്മൾ കോട്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ആവുന്നത്. കണ്ടില്ലേ, നമ്മുടെ പ്ലാസ്റ്റിക് സർഫസ് നമുക്ക് കാണാൻ പറ്റണം, അതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീടാണ്. അവിടെ നല്ല രീതിയിൽ മോയ്സ്ചർ ഫോമായിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലേ, നമ്മൊരു 1 feet ഹൈറ്റൊക്കെയാണ് ചെയ്യുക. നോർമലി 1 feet 2 feet ഹൈറ്റാണ് ചെയ്യുക. നമുക്ക് ടോയ്ലറ്റിൻ്റെ സൈഡിലുള്ള വാളുകളൊക്കെ നമ്മൾ 1 feet 2 feet ചെയ്താൽ നല്ല രീതിയിൽ അതിനൊരു യൂസ് ആയിരിക്കും. കാരണം നമ്മുടെ ടോയ്ലറ്റിൽ അപ്പോക്സിന്നും നമ്മൾ ടൈലിട്ട സമയത്തൊക്കെ ആ സമയത്തൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതിനെ പറ്റിയിട്ട്. ടോയ്ലറ്റ് അപ്പോക്സിന്നും പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ അതിലേക്കൂടെയാണ് നമുക്ക് ഈ വാളിലേക്കൊക്കെ വാട്ടർ ഫോം ആവുന്നത്. നമ്മൾ 3 കോട്ടാണ് ഇപ്പോൾ ഈ പ്രൈമർ കോട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, പ്രൈമർ കോട്ട് വിത്ത് 2 കോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മോയ്സ്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടൊരു പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞ 2 കോമ്പൗണ്ടാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, പ്രൈമർ കോട്ട് അടിച്ചൊരു 15 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യും. ഫസ്റ്റ് കോട്ട് ഡ്രൈ ആവാനായിട്ട് നമുക്ക് എങ്ങനെ പോലും ഒരു 3 മണിക്കൂറാണ് റെസ്റ്റിംഗ് ടൈം വരുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇത് നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുക, അതാണ് ബാക്കി നിങ്ങളുടെ കടമ. അതാണ് രണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞും നല്ല ഫിനിഷിങ് ആയിരിക്കും. കാരണം നമ്മുടെ കെമിക്കലിൻ്റെ കളർ വരുന്നത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്കായിരിക്കും. ഇതിലിപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് ഫിനിഷിങ് കോട്ട് കഴിഞ്ഞ റിസൾട്ടാണ് ഈ കാണുന്നത്. ഫൈനൽ കോട്ട് കണ്ടില്ലേ, നമുക്ക് ഇത്ര ഒരു രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് കിട്ടുക അതിൽ നിന്ന്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വിളിക്കുക, ഡീറ്റെയിൽസ് അപ്പോൾ അതിൽ പറയുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം, എന്താണ് കുഴപ്പങ്ങൾ അറിയിക്കുക, ബാക്കി എങ്ങനെയാണെന്ന് ചെയ്യുക. നമ്മൾ കേരള തമിഴ്നാട് 2 സ്റ്റേറ്റാണ് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, വാട്ടർ പ്രൂഫിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക, അറിയിക്കുക. നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ.